ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഈവനിങ്ങിന് നല്ല ചൂടുള്ള പാൽ ചായ ഉണ്ട്. പിന്നെ ഇതാ ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ മറ്റേ ഫില്ലിംഗ് ആട്ടോ ഇഷ്ടം, അതായത് ഗാർലിക്കും ചിക്കനൊക്കെ വരുന്നത്. ഇത് വെറും ചിക്കൻ ചില്ലി പൊരിച്ചിട്ട് പിന്നെ കാബേജിൻ്റെ ഉള്ളിലിട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ സരസ് മേളക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ പോകുന്നത്തെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു, പക്ഷെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി അത്. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഭക്ഷണങ്ങൾ, ഓരോ രാജ്യത്തെയും ഭക്ഷണങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റ് ഫ്രൈഡ് റൈസും അതുപോലെ നൂഡിൽസും ആണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ മക്കളും ഹസ്സും ഞങ്ങൾ അങ്ങനെ ഫാമിലിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റാണ് കിട്ടുക. പിന്നെ വേണമെങ്കിൽ വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് വാങ്ങിക്കാം. ഒരു പ്ലേറ്റിന് ഒരു ടിക്കറ്റ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതലൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. എല്ലാത്തൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എങ്കിലും ഞങ്ങൾക്ക് ഓരോന്ന് ഞങ്ങളിങ്ങനെ ഫുഡ് നടുന്ന അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ കുറേശ്ശെ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ അടിപൊളി ടേസ്റ്റ്, ഒക്കെ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരേ ടേസ്റ്റിലൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ ഒരു വ്യത്യസ്ത ടേസ്റ്റായിരുന്നു. പിന്നെ ഇതിന് വനസുന്ദരി എന്നാട്ടോ പറയുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഒരുപാട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഇപ്പുറത്ത് ഗാനമേളയുടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഗാനമേളയുടെ ഭാഗം ഉണ്ടായിരുന്നു ഇപ്പുറത്ത്. അപ്പോൾ അവിടേക്ക് പോയി. അതിന് ശേഷം അവിടുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ ഗാർഡനിലേക്ക് ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഗാർഡനിലാണ് ഞങ്ങൾ കൂടുതൽ നേരം ഫുഡിൻ്റെ അവിടെ നമുക്ക് തിരക്കായ കാരണം കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തെങ്കിലും അതിലൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് പിന്നെ ഗാർഡനിലാണ് കേട്ടോ. അത്രയും ഭംഗിയായിരുന്നു കേട്ടോ അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി എന്ന് പറയാം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സെക്ഷന് കിളികളുടെയും ഒക്കെ കോഴികൾ അങ്ങനെയുള്ള ഒരു സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ പലതരം എലിക്കുട്ടീനെ തോന്നുന്നു കേട്ടോ. പിന്നെ ചിലതൊക്കെ അവിടുത്തെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും കൂടെ നമുക്ക് നമ്മൾ സംശയം തീർക്കാൻ അവർക്കും ബുദ്ധിമുട്ടല്ലേ, ഒരുപാട് ആളുകളുള്ളതല്ലേ. എന്നാലും ചില സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇന്ന ജീവിയാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുട്ടികൾക്കും ഇതൊക്കെ കാണാൻ നമ്മൾ എത്ര ജീവിതത്തിൽ നമുക്ക് ഒഴിവില്ലെങ്കിലും നമുക്ക് തിരക്ക് പിടിച്ച ജീവിതം തന്നെ ആണെങ്കിൽ പോലും നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മളത് മാറ്റി വെക്കുക തന്നെ വേണം. കാരണം അവരൊക്കെ ഇത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനും ഇതവന് വേറെ ആരും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് അപ്പോൾ മോള് അതിനൊന്ന് പോയി തൊട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തൊടുന്ന് കണ്ടിട്ട് തൊട്ടിക്കണല്ലേ, അവൾക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ല ശരിക്ക്. പിന്നെ അതിന് ശേഷം അവൾ പറഞ്ഞിട്ട് അയ്യോ ഞാൻ തൊട്ടല്ലോ പറഞ്ഞിട്ട് കുറേ നേരം ടെൻഷൻ അടിച്ചിരുന്നുണ്ട് കേട്ടോ. അത് മറ്റുള്ള കുട്ടികളൊക്കെ തൊടുന്നു കണ്ടപ്പോൾ അവൾക്കും തൊടണം. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അതിലൊക്കെ മക്കൾ കയറിയിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ടൊന്നുമില്ല, ഒന്നോ രണ്ടെണ്ണത്തിലൊക്കെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ വരുമ്പോൾ ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് പോളിയും ബീഫും കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിയിച്ചാൽ തന്നെയാണ് നമുക്ക് അറിയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അത് വോയിസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്ത് കാര്യങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കുമ്പോഴാണ് എനിക്കതിനനുസരിച്ചിട്ട് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പിറ്റന്നത്തെ കേട്ടോ. വടുവപ്പുളി എന്നൊക്കെ പറയില്ലേ, ചിലർ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ അച്ചാറാണ് കേട്ടോ ഇടുന്നത്. അച്ചാറിടാൻ പിന്നെ എല്ലാവർക്കും അറിയില്ല, അതാണ് ഞാൻ റെസിപ്പി പറയാത്തത്. നല്ലെണ്ണ ഒഴിച്ചതിൽ കടുകും ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആദ്യം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.